ഹായ് ഓൾ, നമ്മളിപ്പോൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ കുറച്ച് തിരക്ക് കാരണം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ പോസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വെള്ളിയാഴ്ച എന്തായിരുന്നു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിഗിനേഴ്സ് കിറ്റിന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതായിരുന്നു വെള്ളിയാഴ്ച. കാരണം നമ്മളിങ്ങനെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുകൊണ്ട് കാര്യമില്ലല്ലോ, നമുക്ക് ചെയ്ത് പഠിക്കണമല്ലോ നിങ്ങൾക്കും. അപ്പോൾ അതുകൊണ്ട് കിറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളിയാഴ്ച പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ക്ലാസ് അപ്ലോഡ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈനിങ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഔട്ട്ലൈനിങ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ മെൻഷൻ ചെയ്യാം. നിങ്ങളതൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ആ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഔട്ട്ലൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിൽ ഔട്ട്ലൈനിങ് ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുമ്പം ഔട്ട്ലൈനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സീരിയസ് ആയിട്ടാണ് നിങ്ങളുടെ ഒരു പാഷനാണ് ഫാഷൻ ഡിസൈനിങ് എന്നുണ്ടെങ്കിൽ പാർട്ട് 1 മുതൽ തന്നെ മാക്സിമം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹ. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ നമ്മൾ ഔട്ട്ലൈനിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മോട്ടിഫ് ഞാനിതിൽ വരച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ ഫ്ലോറൽ മോട്ടിഫാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. ചെറുതാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് എങ്ങനെയാണ് കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ മോട്ടിഫ് ട്രേസ് ചെയ്യുക, അതുപോലെ ഹൂപ്പിൽ എങ്ങനെ നമ്മുടെ ഫാബ്രിക് ഇടുക എന്നൊക്കെ ഉള്ളത് ഞാൻ പല പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ മോട്ടിഫ് ഫാബ്രിക്കിലോട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പാലറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്രഷ് എന്ന് പറയുന്നത് 000 ബ്രഷാണ്. ഞാൻ പറയാറുണ്ട് ഞാൻ ഔട്ട്ലൈനിങ്ങിന് വേണ്ടിയിട്ട് 000 ആണ് യൂസ് ചെയ്യാറുള്ളതെന്ന്. അപ്പോൾ ഞാൻ 000 ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഞാൻ ഔട്ട്ലൈനിങ്ങിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ നോർമലി ഔട്ട്ലൈനിങ്ങിന് ബ്ലാക്ക് ആണല്ലോ ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റിൽ വാട്ടർ ആഡ് ചെയ്യേണ്ടത്. പെയിൻറ്റ് ഭയങ്കര തിക്കാണ് എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം വാട്ടർ ആഡ് ചെയ്യുക, ഒരു ഡ്രോപ്പൊക്കെ മതി. അല്ല പെയിൻറ്റ് നമുക്ക് നോർമൽ രീതിയിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ബ്രഷ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ബ്രഷ് ഒന്ന് ഒരു ഉണങ്ങിയ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തുടച്ചെടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ പെയിൻറ്റ് എടുത്തിട്ടുള്ളൂ. നമുക്ക് ഔട്ട്ലൈനിങ് മാത്രമാണല്ലോ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം പെയിൻറ്റ് എടുത്തു. നമ്മൾ പെയിൻറ്റ് എടുക്കുമ്പം എപ്പോഴും നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പെയിൻറ്റ് പെട്ടെന്ന് കട്ടയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മൾ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രഷ് ഒന്ന് വെറ്റ് ചെയ്യാണ്. എൻ്റെ പെയിൻറ്റ് കുറച്ചൊരു തിക്കായിട്ടുള്ളത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഡ്രോപ്പ് മാത്രം ജസ്റ്റ് ബ്രഷിലൊന്ന് വാട്ടർ എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഔട്ട്ലൈനിങ് ചെയ്യുമ്പം വാട്ടർ എടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഔട്ട്ലൈനിങ് ചെയ്യുമ്പം വാട്ടർ കൂടിപ്പോയി കഴിഞ്ഞാൽ അത് പരന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രഷ് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡ്രൈ ആയ ക്ലോത്തിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തുടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചെറുവിരൽ നമ്മുടെ ഫാബ്രിക്കിൽ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുക എന്നുള്ളത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ട് നോക്കുക കേട്ടോ. നമുക്ക് ഫസ്റ്റ്
ഫ്ലവേഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ബ്രഷൊന്നും എടുക്കുന്നില്ല, ചെറിയൊരു പോർഷന് മാത്രമാണല്ലോ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രഷ് ഡ്രൈ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് ഒരു ക്ലോത്തിൽ തുടച്ചു കൊടുക്കുക, ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്തിൽ കേട്ടോ. അപ്പം ഈ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു റൗണ്ട്. അതുപോലെ ഈ ഫ്ലവറിൻ്റെ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 000 ബ്രഷോ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ടാണ് നമുക്ക് നമ്മുടെ ഔട്ട്ലൈനിങ് കിട്ടുന്നത്. നമ്മൾ 0 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഒന്നുകൂടി തിക്കായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ 000 ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതുപോലെ തിന്നായിട്ട് ചെയ്തെടുക്കാൻ ഉള്ളൊരു ട്രിക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ മോട്ടിഫിലൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓക്കെ, നമ്മൾ അതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെറ്റൽസ് വരയ്ക്കാം. ഫ്ലവറിൻ്റെ പെറ്റൽസ് നമുക്ക് വരയ്ക്കാം. ബ്രഷ് ഡ്രൈ ആയി പോകുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഒരു പെറ്റൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഈ ഒരു ഫിംഗറാണ്. നമ്മുടെ ഈ ചെറുവിരൽ എപ്പോഴും നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിങ്ങനെയാണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തിക്കായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ തന്നെ പിടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ ഫ്ലവർ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലീവ്സ് ചെയ്തെടുക്കാം. ഈ ഒരു പോർഷന് ചെറിയൊരു ഫില്ലിങ് ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാം. ഇങ്ങോട്ട് വരുമ്പം തിന്നായിട്ടും ചെയ്യാം, എൻഡിലോട്ട് വരുമ്പോൾ നമുക്ക് തിന്നായിട്ട് ചെയ്യാം. ഈ ഒരു സ്റ്റാർട്ടിങ് പൊസിഷനിൽ നമുക്ക് കുറച്ച് തിക്കായിട്ട് കൊടുക്കാം. ഓക്കെ,
ഇതൊക്കെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഔട്ട്ലൈനിങ്. ഈ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ലൈൻസ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് മറ്റുള്ള ഫ്ലവേഴ്സും ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ നമ്മുടെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളിവിടെ ഒരു ചെറിയൊരു മോട്ടീഫാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ മോട്ടീഫാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ച് എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും നമ്മുടെ പെയിൻറ്റ് ശരിയാവാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഔട്ട്ലൈനിങ് ചെയ്യാൻ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഔട്ട്ലൈനിങ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് തീർത്തു അല്ലേ? അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഔട്ട്ലൈനിങ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് തിന്നായിട്ടുള്ള ഔട്ട്ലൈനായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഔട്ട്ലൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോക്ക് ലൈക്ക് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസ് അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, ഞാൻ എപ്പോഴും പറയാറുണ്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം എന്നുള്ളത്. കാരണം നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ വരുന്ന മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.